നമസ്കാരം. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചൂടേറുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന രണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഒന്ന് ജി അജയകുമാറും മറ്റൊന്ന് ഡി സന്തോഷും. നമുക്ക് ഇലക്ഷൻ പ്രചരണത്തിന്റെ വിവരങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ ഏറെ ചൂട് ചടയമംഗലത്താണ് ഇപ്പൊ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിനെ സഖാവ് എങ്ങനെ നോക്കിക്കാണും? കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രഖ്യാപനം ഈ ആഴ്ചയിൽ തന്നെ വരും. എന്നാൽ പോലും വളരെ നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കമ്മിറ്റികളും രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിലും പ്രത്യേകിച്ച് ചടയമംഗലത്തും നല്ല രീതിയിൽ മുന്നേറുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. തുടർന്ന് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ രീതിയിൽ തന്നെയാണ് ചടയമംഗലത്തും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ചുവരെഴുത്തുൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും വളരെ മുന്നിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഇവിടെ മത്സരിക്കുന്ന നിലവിലെ മന്ത്രിയായിട്ട് കൂടിയുള്ള സഖാവ് ചിഞ്ചൂറാണിയാണ് ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിലും ചടയമംഗലത്തും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് നല്ലപോലെ ബോധ്യപ്പെടുന്നതാണ്. വലിയ സ്വപ്ന പദ്ധതികൾ ഉൾപ്പെടെ ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ചടയമംഗലത്തുൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞതിന് 13,682 വോട്ടാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഇരട്ടിക്ക് പുറത്ത് ഭൂരിപക്ഷത്തിൽ വീണ്ടും ചടയമംഗലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അത് ഉറപ്പാണ്. ശ്രീ അജയൻ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നില്ല, സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ ചിഞ്ചൂറാണിയാണ് സ്ഥാനാർത്ഥി എന്ന് ചില കോണുകളിൽ നിന്നും കേട്ടറിയുന്നു. ചിഞ്ചൂറാണിയുടെ വിജയം ശ്രീ അജയൻ എത്ര ശതമാനം ഉറപ്പിക്കുന്നു? ചടയമംഗലത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി LDF ജയിക്കുന്ന ഒരു മണ്ഡലം കൂടി. 2 വികസന പ്രവർത്തനങ്ങൾ ആണല്ലോ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വിഷയം. ചടയമംഗലത്ത് തുടർച്ചയായി കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പുള്ള 5 വർഷവും 10 വർഷക്കാലം ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ആ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മൃഗീയമായ ഭൂരിപക്ഷം LDF അധികാരത്തിൽ. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം വരുന്ന തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചടയമംഗലം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ LDFന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള രീതിയിൽ നമ്മളെ സഖാക്കളെല്ലാം അതിന് രംഗത്തുണ്ട്. ഇപ്പം തന്നെ ബോർഡ് എഴുത്തുകൾ മൊത്തം മതിലുകൾ ഒരു 10-40ഓളം മതിലുകൾ വെള്ളയടിച്ച് അതിൻ്റെ ചുവരെടുത്ത് നടക്കുകയാണ്. മിക്ക പ്രദേശങ്ങളും ബൂത്ത് തലത്തിൽ ബോർഡുകളെല്ലാം സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ വെച്ചു. എന്നാൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം 2-3 ദിവസത്തിനാവും LDF കമ്മിറ്റി കൂടിയാണ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമുള്ള വർക്കുകളും ബാക്കിയെല്ലാം അതിൻ്റെ ചിട്ടയായ ക്രമത്തിൽ നടന്നു വരും. ചടയമംഗലത്തെ സംബന്ധിച്ച് LDFൻ്റെ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയാവുന്ന നേതാക്കളാണ് ചടയമംഗലത്തുള്ളത്. അത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഞങ്ങളെ സഹാക്കൾ ആ വർക്കെടുത്ത് മുന്നോട്ട്